ഇപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അപാകതകൾ നിലനിൽക്കുന്നു. ആദ്യം ആ പരീക്ഷ നടത്തി ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഈ മേഖലയ്ക്കകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ചാണ് നിലവിൽ കളിക്കുന്നത്. ആദ്യം ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു, അതിൽ റാങ്ക് വാങ്ങിച്ച 1ാം റാങ്ക് മുതൽ ഈ പറഞ്ഞ നിലയിലേക്ക് 1000-നകത്ത് റാങ്ക് വാങ്ങിച്ച ആളുകളുണ്ട്. രണ്ടാമത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകൾക്കകത്ത് നെഗറ്റീവ് മാർക്ക് ആഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ 1000-നകത്ത് റാങ്ക് വന്ന ആളുകൾ 2000-നകത്തും 3000-നകത്തും തിരികെ പോവുകയാണ്. അപ്പോൾ ഈ മേഖലയ്ക്കകത്തെല്ലാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് വലിയൊരു പരിശോധന ആദ്യം തന്നെ നടത്തണം. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും അറിയാം, രാജ്യത്തിനകത്ത് നടക്കുന്ന പരീക്ഷകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നിട്ട് 1 മാസത്തോളം മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുണ്ടായ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. പണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റബ്ബിൻ്റെ കാലത്തിൽ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ റിസൾട്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം റിസൾട്ട് അനൗൺസ് ചെയ്തു, റിസൾട്ട് വന്നു. വീണ്ടും അതിനകത്ത് ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചപ്പോൾ വീണ്ടും റിസൾട്ട് റീപബ്ലിഷ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ച് കളിക്കുന്ന രീതിയിലേക്കാണ് ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ മെറിറ്റ് അട്ടിമറിക്കരുത് എന്നുള്ളതാണ് SFIക്ക് ഇവിടെ ഉന്നയിക്കാനുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ച് ഈ പറഞ്ഞ സർക്കാരും ഈ പരീക്ഷ നടത്തുന്ന ആളുകളും വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ച് കളിക്കരുത് എന്നുള്ളതാണ് SFIക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇതിൻ്റെ അധികാരത്തിൽപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. SFIയുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ഈ വിഷയത്തിനകത്ത് അടിയന്തര ഇടപെടൽ നടത്തി വിദ്യാർത്ഥികളുടെ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേട്ടുകൊണ്ട് അടിയന്തരമായി തന്നെ ഇതിനകത്തൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്നുള്ളത് നിലവിൽ ഇതിൻ്റെ ഡയറക്ടർ എഴുതി ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകളായാലും കേരളത്തിനകത്ത് നടക്കാൻ വേണ്ടി പോകുന്ന എല്ലാ പരീക്ഷകൾക്കകത്തും ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏത് രൂപത്തിനകത്താണ് ആ പരീക്ഷകൾ നടത്തുന്നത് എന്നുള്ളൊരു ധാരണ ആദ്യം ഈ പരീക്ഷ നടത്തുന്ന ആളുകൾക്കുണ്ടാവണം. ആ പരീക്ഷ നടത്തിപ്പിലും ആ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിലുമുള്ള ഒരു ധാരണ അവർക്കുണ്ടാവണമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് SFIക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ അതിൻ്റെ ഭാഗമായാണ് ഈ വിഷയവുമായി ഉന്നയിച്ചുകൊണ്ടാണ് SFI ഇന്നിവിടെയൊക്കെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിലവിൽ ഈ വിഷയത്തിനകത്ത് അടിയന്തരമായി ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്.